സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി. കോട്ടക്കുന്ന് മൈതാനിയിൽ ആരംഭിച്ച മേള മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 13 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ ദിവസേന സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. മേളയുടെ ഭാഗമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജില്ലാതല പരിപാടി മെയ് 12-ന് നടക്കും. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി വിശ്വാസമാർജിക്കാൻ ഈ സർക്കാരിന് സാധിച്ചുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെൻറ്. ഭരണത്തിൻ്റെ നാനാ തലങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണിത്. മേളയിലെ പ്രധാന ആകർഷണമായ സ്റ്റാളുകളുടെ ഉദ്ഘാടനം പി നന്ദകുമാർ MLA നിർവഹിച്ചു. കഴിഞ്ഞ 9 വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന മേളയിൽ വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളിൽ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ LED വാളുകളിൽ തത്സമയ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും. ആദ്യ ദിനത്തിലെ സാംസ്കാരിക പരിപാടിയായ ഷഹബാസിന്റെ ഗസൽ വിരുന്ന് ആസ്വദിക്കാൻ നിരവധി പേരാണ് കോട്ടക്കുന്നിലെത്തിയത്. AC പന്തലുകളും ഒരു നോൺ AC പന്തലുമടക്കം 45,192 ചതുരശ്ര അടിയിൽ ശീതീകരിച്ച 2 പന്തലുകൾ ഉൾപ്പെടെ 70,000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പ്രദർശന നഗരിയാണ് ഒരുക്കിയിട്ടുള്ളത്. 90ഓളം സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും 150ഓളം സ്റ്റാളുകൾ, വിവിധ വകുപ്പുകളുടെ സേവനം ലഭ്യമാക്കുന്ന സർവീസ് സ്റ്റാളുകൾ, കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷിക മേള, കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിന്റെ പ്രദർശനം, സാങ്കേതിക മികവ് തെളിയിക്കുന്ന കിഫ്ബിയുടെ പ്രദർശന പവലിയൻ, IT വകുപ്പിന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോ ഡെമോ ഏരിയ, സ്പോർട്സ് സോൺ, വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ, മിനി തിയേറ്റർ എല്ലാം മേളയുടെ ആകർഷണമാണ്. 7 ദിവസങ്ങളിലായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ 13 സെമിനാറുകളും ദിവസവും വൈകിട്ട് കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഭക്ഷ്യമേള, പുസ്തകമേള തുടങ്ങിയവയും മേളയുടെ ഭാഗമാണ്. ന്യൂസ് മലയാളം, മലപ്പുറം.